കുറിച്ച് നിങ്ങൾ അധികം ഭാരത്തോടെ ആയിരിക്കുന്നു. Jesus loves you, my dear. സഹോദരി, യേശു നിന്നെ സ്നേഹിക്കുന്നു മകളെ. Jesus loves you, my dear daughter. എന്റെ പ്രിയ മകളെ, യേശു നിന്നെ സ്നേഹിക്കുന്നു. He will turn you to diamond. യേശു നിന്നെ ഒരു ഡയമണ്ടിനെ പോലെ ആക്കും. He will turn you to a beautiful diamond. യേശു നിന്നെ ഒരു മനോഹരമായ ഒരു വജ്രം, ഒരു ഡയമണ്ട് പോലെ ആക്കും. Keep praying. തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേ. Keep praying. Jesus is moving in an awesome way. എല്ലാവരും തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. Don't leave the blessings from Jesus. യേശു വളരെ ശക്തമായി നമ്മുടെ മധ്യേ ചലിച്ചുകൊണ്ടിരിക്കുന്നു. Oh, Jesus is answering your prayers. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് യേശു ഉത്തരത്തെ തരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സമയം നിങ്ങൾ പാഴാക്കി കളയരുത്. Just keep praying. തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. Keep praying. തുടർന്നും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. Keep asking Jesus. യേശുവിനോട് തുടർന്നും ചോദിച്ചു. He is giving you. യേശു നിങ്ങൾക്കത് തരികയാണ്. Aradhana, oh Aradhana, 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 Aradhana. There is a sister here on the front side somewhere. ഇതിന്റെ മുൻഭാഗത്ത് എവിടെ ഒരു സഹോദരിയുണ്ട്. You have a severe pain on the right bottommost portion of your head. This portion. നിങ്ങളുടെ തലയുടെ വലതു ഭാഗത്ത് ഈ കരം കാണിക്കുന്ന ഈ പോർഷൻ, ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു വേദനയുണ്ട്. Severe pain. Right now you have അതികഠിനമായ ഒരു വേദനയുണ്ട് ഈ ഭാഗത്ത്, നിങ്ങളുടെ തലയുടെ ഈ ഭാഗത്തായിട്ട്. Jesus is healing you. യേശു നിങ്ങളെ സൗഖ്യമാക്കും. Jesus is healing you. യേശു നിന്നെ സൗഖ്യമാക്കും. Jesus is healing you. യേശു നിങ്ങളെ Jesus is healing you. യേശു നിങ്ങളെ സൗഖ്യമാക്കും. Amen. Oh, Aradhana, 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 Aradhana. There is a brother here. ഒരു സഹോദരൻ ഇവിടെയുണ്ട്. You have severe pain while you urinate. നിങ്ങൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതികഠിനമായ വേദനയുണ്ട്. And you are really worried because of that. അത് കാരണം നിങ്ങൾ അധികം ഭാരപ്പെട്ടിരിക്കുന്നു. Jesus loves you, my brother. സഹോദരാ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. Jesus loves you, my brother. സഹോദരാ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. He is healing you right now. യേശു ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുന്നു. Oh, Aradhana, Amen, Aradhana, Yeshua, Aradhana, thank you, Aradhana, oh, Aradhana, Jesus, Aradhana, oh, Aradhana, 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 Jesus, Aradhana, 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 Aradhana. All those who are having body pains, just raise your hand. ശരീരത്തിൽ വേദനയുള്ള എല്ലാവരും കരത്തെ ഉയർത്തിയാട്ടെ. I just want to pray for you. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹമുണ്ട്. The supernatural healing power is moving here. ഇവിടെ പ്രകൃത്യാതീതമായ സൗഖ്യമാക്കുന്ന ശക്തി ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. It is Jesus who is going to heal you. യേശുവാണ് നിങ്ങളെ സൗഖ്യമാക്കുവാൻ. Jesus is going to heal you right now. യേശു ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുവാൻ. Just close your eyes. Don't open your eyes. ആരും കണ്ണുകളെ തുറക്കരുത്. എല്ലാവരും കണ്ണുകൾ അടച്ചുകൊണ്ട് just close your eyes and pray. എല്ലാവരും കണ്ണുകളെ അടച്ചുകൊണ്ട് യേശുവിനോട് പ്രാർത്ഥിച്ചു. Heal me, Jesus. യേശുവേ എന്നെ സൗഖ്യമാക്കണമേ. Heal me. യേശുവേ എന്നെ സൗഖ്യമാക്കണമേ. യേശുവിനോട് പ്രാർത്ഥിച്ചാട്ടെ. ആരാധന, ആരാധന, ആരാധന. In the name of Jesus. യേശുവിന്റെ നാമത്തിൽ. In the supernatural name of Jesus. യേശുവിന്റെ പ്രകൃത്യാതീതമായ. In the glorious name of Jesus. യേശുവിന്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ. Let your children be healed by the power of the Holy Spirit. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അങ്ങയുടെ മക്കൾ ഇപ്പോൾ സൗഖ്യം experience the healing. ഇപ്പോൾ അങ്ങയുടെ സൗഖ്യമാക്കുന്ന ശക്തി by the power of Jesus. യേശുവിന്റെ ശക്തിയാൽ. ആരാധന, oh ആരാധന, oh ആരാധന, amen, ആരാധന. In this first 4 rows,
ഈ ഭാഗത്ത് ആദ്യത്തെ 4 റോയില് there is a brother. ഒരു സഹോദരനുണ്ട്. Recently, ഈയിടയ്ക്ക് you have started getting severe pain on your chest. നിങ്ങളുടെ നെഞ്ചില് ഈയിടയ്ക്കായിട്ട് വല്ലാത്ത വേദന നിങ്ങൾ And അനുഭവപ്പെടുന്നു. you have not told this to anybody. നിങ്ങളിത് മറ്റാരോടും പറഞ്ഞിട്ടില്ല. You have just kept it as a secret. നിങ്ങളതൊരു രഹസ്യമായി വച്ചിരിക്കുന്നു. But Jesus is seeing that. എന്നാൽ യേശു അത് കാണുന്നു. He loves you, my brother. സഹോദര, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. He wants to heal you. യേശുവിനെ നിങ്ങളെ സൗഖ്യമാക്കാൻ Just ആഗ്രഹിക്കുന്നു. open your mouth and receive the healing. എന്നാൽ വാ തുറന്ന് ആ സൗഖ്യത്തെ നിങ്ങൾ സ്വീകരിക്കാം. Somebody on the stage on my backside. എന്റെ പിൻഭാഗത്ത് സ്റ്റേജിലായിരിക്കുന്ന ഏതോ ഒരു വ്യക്തി, Even today morning you had severe headache. ഇന്ന് രാവിലെ നിങ്ങൾക്ക് അതികഠിനമായ തലവേദന ഉണ്ടായിരുന്നു. You are not able to concentrate. നിങ്ങൾക്ക് ഇപ്പോഴും അത് കാരണം നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല. Jesus is healing you. യേശു ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുന്നു. Jesus is healing you. യേശു ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുന്നു. Oh, Jesus is healing people with the knee pains. മുട്ടിൽ വേദനയുള്ളവരെ യേശു ഇപ്പോൾ Oh, സൗഖ്യമാക്കുന്നു. I can feel that. എനിക്കതിപ്പോൾ അനുഭവിക്കാൻ Oh, He is കഴിയും. touching my knees. He is healing you. യേശു എന്റെ കാലുകളെ തൊടുകയാണ്. He is healing you. യേശു ഇപ്പോൾ നിങ്ങളെ സൗഖ്യമാക്കുന്നു. Receive the healing. ഇപ്പോൾ ആ സൗഖ്യത്തെ Receive the healing. ഇപ്പോൾ ആ സൗഖ്യത്തെ പ്രാപിക്കാം. Amen. Aradhana. Oh, Aradhana. Jesus. Aradhana. 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 Amen. Aradhana. Yeshua. Aradhana. Hallelujah. Aradhana. Nandi Devame. Aradhana. Aradhana. Jesus. Aradhana. Jesus is going to do wonder working miracles on your mental problems. യേശു നിങ്ങളുടെ മാനസികമായ പ്രശ്നങ്ങളിൽ ഇപ്പോൾ അത്ഭുതങ്ങളെ ചെയ്യുന്ന സമയം. All those who are tensions, ആർക്കൊക്കെ ടെൻഷൻ ഉണ്ടോ, you are worried about things, ആരെങ്കിലും പിരിമുറുക്കത്താൽ നിങ്ങളുടെ ജീവിതത്തെ ഭാരങ്ങൾ കാര്യങ്ങളെ കുറിച്ച് ആകുല ചിന്തപ്പെടുന്നവർ, raise your hands. അങ്ങനെയുള്ളവർ കരത്തെ ഉയർത്തിയാട്ടെ. Raise your hands. അങ്ങനെയുള്ളവർ കരത്തെ ഉയർത്തി. Jesus is going to answer you. യേശു ഇപ്പോൾ നിങ്ങളുടെ Jesus is going to answer you. യേശു നിങ്ങൾക്ക് ഉത്തരത്തെ തരുന്ന He സമയം. is enough to answer you. യേശു നിങ്ങൾക്ക് ഉത്തരത്തെ തരുവാൻ ശക്തനാണ്. Oh, whatever you want, just ask Him. നിങ്ങൾക്ക് എന്ത് വേണമോ നിങ്ങൾക്ക് യേശുവിനോട് ഇപ്പോൾ ചോദിപ്പാൻ കഴിയും. Open your mouth and ask Him. നിങ്ങളുടെ വാ തുറന്ന് നിങ്ങൾ യേശുവിനോട് ചോദിക്കാം. Open your mouth and ask Him. വാ തുറന്ന് യേശുവിനോട് ചോദിക്കാം. Oh, in the name of Jesus. എന്നാൽ യേശുവിന്റെ നാമത്തിൽ In നിങ്ങൾ the ചോദിക്കുക. supernatural name of Jesus. യേശുവിന്റെ പ്രകൃത്യായമായ നാമത്തിൽ In നിങ്ങൾ the powerful ചോദിക്കുക. name of Jesus. ശക്തമേറിയ യേശുവിന്റെ നാമത്തിൽ Let the glorious peace of Jesus, which surpasseth all understanding, fill them. സകല ബുദ്ധിയും കവിയുന്ന മഹത്വപൂർണമായ യേശുവിന്റെ സമാധാനത്താൽ ഇപ്പോൾ ഇവർ നിറയപ്പെടട്ടെ. The devil which is bringing these tensions, as the servant of God, I speak to you, devil, come out of their lives. ഇവരുടെ ജീവിതത്തില് പിശാച് കൊണ്ടുവരുന്ന ഈ ഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഈ ജീവിതങ്ങളെ വിട്ട് പുറത്തു let them വരുവാൻ be blessed. അവരുടെ ദാസനായി കൽപ്പിക്കുകയാണ്. Let them be blessed. ഇപ്പോൾ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. Aradhana, 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 Aradhana. എല്ലാവരും കരങ്ങൾ ഉയർത്തി പറഞ്ഞാൽ അവസാനമായി Thank you, Jesus. Hallelujah. Aradhana, Aradhana. ഒരിക്കൽ കൂടി ആരാധന യേശുവേ. കരങ്ങൾ വീശി പാടിയാട്ടെ. എല്ലാവരും കരങ്ങൾ വീശി യേശുവിനെ ആരാധിച്ചു പാടിയാട്ടെ. Amen. ആരാധന. ഓ ആരാധന. 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 Open your eyes, please. എല്ലാവരും കണ്ണുകൾ തുറന്നാട്ടെ.
How many of you were touched by Jesus? എത്ര പേർ യേശുവിന്റെ സ്പർശനം അനുഭവിച്ചു? Raise your hand. കരത്തെ ഉയർത്തിയാൽ. Raise your hand. കരത്തെ ഉയർത്തിയാൽ. How many of you got healings? എത്ര പേർക്ക് സൗഖ്യത്തെ ലഭിച്ചു? Keep those hands. Keep those hands. ഈ കരങ്ങൾ അങ്ങനെ ഉയർന്നിരിക്കുമ്പോൾ തന്നെ സൗഖ്യം പ്രാപിച്ചവർ വീണ്ടും കരങ്ങളെ ഉയർത്തിയാൽ. How many of you got that mental peace? എത്ര പേർക്കാണ് മാനസികമായി സംഘർഷമുണ്ടായിരുന്നവർക്ക് ഒരു സമാധാനം ലഭിച്ചവർ? അവർ വീണ്ടും കരത്തെ ഉയർത്തിയാൽ. How many of you were blessed? എത്ര പേര് ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടു? How many of you feel, when I came here, I had so many things in my mind. Now I am free. എത്ര പേര് ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ ഇവിടെ വന്നപ്പോൾ അധികം ഭാരത്തോട് വേദനയോട് കടന്നു വന്നു, എന്നാൽ ഇപ്പോൾ എനിക്കൊരു പൂർണ്ണ ഒരു സ്വാതന്ത്ര്യം അനുഭവിപ്പാൻ കഴിയുന്നു. Keep your hands. നേരത്തെ കൈപൊക്കി താഴ്ത്തിയിട്ടില്ല. Keep your hands. Keep your hands up. All those who raise. നേരത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കരമുയർത്തിയ ആരും താഴ്ത്തിക്കളയരുത്. അങ്ങനെയുള്ളവർ കരത്തെ ഉയർത്തിയാട്ടെ. Can I request all those people who have raised your hands to come forward quickly? Don't sit down. കരങ്ങളെ ഉയർത്തി എല്ലാവരും മുമ്പോട്ട് വന്നത്. ആരും ഇരിക്കരുത്. അങ്ങനെ കരത്തെ ഉയർത്തിയവർ ഓടി മുമ്പോട്ട് വരിക. Come quickly. Come quickly. ഓടി 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 മുമ്പോട്ട് വരിക. Our Church of Eternity volunteers, please send them forward. ദയവായിട്ട് ചർച്ച് ഓഫ് ഇറ്റർണിറ്റിയുടെ വോളണ്ടിയേഴ്സ് അവരെ ഇങ്ങനെ കരത്തെ ഉയർത്തി ഓരോരുത്തരായിട്ട് മുമ്പോട്ട് വിട്ടാൽ. Come forward. It's time to glorify Jesus. യേശുവിന്റെ നാമത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുന്ന It's time to glorify Jesus. ഇപ്പോൾ യേശുവിന്റെ നാമത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുന്ന time to put the devil to shame. ഇപ്പോൾ പിശാചിനെ നാം ലജ്ജിപ്പിക്കേണ്ട സമയം. Time to show the world that Jesus is alive. ഇപ്പോൾ ലോകത്തെ യേശു ജീവിക്കുന്നുവെന്ന് നാം തെളിയിക്കേണ്ട സമയം. Time to show the world that Jesus is alive. ഇപ്പോൾ ലോകത്തെ നാം യേശു ജീവിക്കുന്നു തെളിയിക്കേണ്ട സമയം. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. കണ്ണുകൾ അടച്ച് പാടിയാട്ടെ എല്ലാവരും. മഹത്വവും ജ്ഞാനവും സ്തോത്രവും. എല്ലാവരും യേശുവിനെ ആരാധിച്ചോട്ടെ. നന്ദി പറഞ്ഞ് ആരാധിച്ചോട്ടെ. എല്ലാവരും യേശുവിനെ ആരാധിച്ചോട്ടെ. ഹല്ലേലൂയ. നന്ദി കർത്താവേ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആരാധന. യേശുവേ നന്ദി ദൈവം. Thank you Jesus. Oh, thank you Holy Spirit God. We worship you Lord Jesus. ശബ്ദം ഉയർത്തി യേശുവിനെ ആരാധിച്ചോട്ടെ. യേശുവേ ആരാധന. 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 Yes. Can I request one people to come forward? ഓരോരുത്തരായിട്ട് മുമ്പോട്ട് വന്ന്. I want you all people to say your name, from which place and what the problem was. നിങ്ങൾ എവിടെന്നാ വന്നത്, നിങ്ങളുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് നിങ്ങൾ പറയണം. യേശു എന്താ നിങ്ങളുടെ ജീവിതം ചെയ്തെന്ന് പറയണം. As they share their testimonies, അവരുടെ സാക്ഷ്യത്തെ കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ, it is not an enjoyment for you to sit and listen to that. നിങ്ങൾക്ക് വെറുതെ ഏതെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്നത് പോലെ കണ്ട് ആസ്വദിക്കാൻ അല്ല നിങ്ങൾ ഇരിക്കുന്നത്. As they share their testimonies, അവരുടെ സാക്ഷ്യത്തെ കുറിച്ച് നിങ്ങളോട് പറയുമ്പോൾ, all of you to lift your hands giving glory to Jesus. നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി യേശുവിന് നിങ്ങൾ നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തണം. Are you ready church? നിങ്ങൾ സഭയെ അതിന് തയ്യാറോ? Are you ready church? നിങ്ങൾ സഭയെ അതിന് തയ്യാറോ? Are you ready? നിങ്ങൾ അതിന് തയ്യാറോ? We are going to lift the name of Jesus. നാം യേശുവിന്റെ നാമത്തെ ഉയർത്തുവാനായി we are going to prove it to the world that Jesus is alive. നാം ലോകത്തെ തെളിയിക്കാൻ പോവുകയാണ് യേശു വാസ്തവമാണ്. There is only one God, his name is Jesus. ഒരേ ഒരു ദൈവമുള്ളവന്റെ പേര് യേശു. Are you ready? നിങ്ങൾ തയ്യാറോ? ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. Hold the mic. പേര് വർക്കി, പെരുമ്പാവൂർ സഭയിൽ നിന്ന് വരുന്നു. എന്താ പ്രശ്നം? കഴുത്ത് വേദനയായി 2-3 മാസമായി കഴുത്തിന് കുറേശ്ശെ വേദന ഉണ്ടായിരുന്നു. പ്രാർത്ഥനാ സമയത്ത് ആ വേദന മാറിയതായിട്ട് അനുഭവപ്പെട്ടു. ആരാധന 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 ആരാധന
പേര്, സ്ഥലം? പേര് സരി എന്നാണ്. കുട്ടമ്പുഴയാണ് എന്റെ വീട്. എന്നെ ഒരു മാർച്ച് മാസം മുമ്പ്, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലോറി ഇടിച്ചിട്ട് നട്ടലിന്റെ വണ്ടിയുടെ അടിയിലിട്ട് വലിച്ചുകൊണ്ട് പോയി. എന്നാലും ഇപ്പൊ ഈ ആരാധന സമയത്ത് എനിക്ക് ആ നട്ടലിന്റെ വേദന പൂർണ്ണമായി മാറി കിട്ടി. 8 വർഷമായി അടികൂടെ വലിച്ചുകൊണ്ട് പോയതാണ്. ഒരു 8 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു ആക്സിഡന്റിൽ ലോറിയുടെ അടിയിലേക്ക് വലിച്ചു കൊണ്ടുപോയതാണ്. ഇവിടെ വന്ന സമയത്ത് ഒരു മരവിപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. ഏത് ഭാഗത്തായിട്ട് ഉണ്ടായിരുന്ന? ഈ സൈഡില് മരവിപ്പ് ഉണ്ടായിരുന്നു. അതിപ്പോ പൂർണ്ണമായിട്ട് മാറി. കുനിഞ്ഞു നോക്കിയാട്ടെ. ഹല്ലേലൂയ. യേശു പൂർണ്ണ സൗഖ്യത്തെ കൊടുത്തു. ആരാ സൗഖ്യമാക്കിയത്? ശബ്ദമുയർത്തി പറഞ്ഞാൽ യേശു. Come on, shout the name of Jesus. യേശുവിന്റെ നാമത്തെ ഉയർത്തിയാട്ടെ. ഓ ആരാധന, 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 ആരാധന. പാടിയാട്ടെ. ആരാധന, 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 ആരാധന. എന്റെ പേര് ജോൺ. ഞാനിവിടെ ഈ ചർച്ചിലുള്ളതാണ്. പച്ചാളത്താണ് എന്റെ വീട്. എനിക്ക് ഒരാഴ്ചയായിട്ട് എന്റെ ഇടതുനെഞ്ചിലിരുന്ന് ഭയങ്കര വേദനയായിരുന്നു. കട്ടുകഴപ്പായിട്ടുള്ള വേദനയായിരുന്നു. ഡോക്ടറുടെ അടുത്തൊന്നും പോയില്ല. ഞാൻ യേശുവിനോട് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതുവരെ ആരോടും ഞാൻ എന്റെ ഭാര്യനോട് പോലും പറഞ്ഞില്ല. In this first 4 rows, ഈ ഭാഗത്ത് ആദ്യത്തെ 4 റോയില് there is a brother. ഒരു സഹോദരനുണ്ട്. Recently, ഈയിടയ്ക്ക് you have started getting severe pain on your chest. നിങ്ങളുടെ നെഞ്ചില് ഈയിടയ്ക്കായിട്ട് വല്ലാത്ത വേദന നിങ്ങൾ അനുഭവപ്പെടും. And you have not told this to anybody. നിങ്ങളിത് മറ്റാരോടും പറഞ്ഞിട്ടില്ല. You have just kept it as a secret. നിങ്ങളതൊരു രഹസ്യമായി വച്ചിരിക്കുന്നു. But Jesus is seeing that. എന്നാൽ യേശു അത് കാണുന്നു. He loves you, my brother. സഹോദര, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. He wants to heal you. യേശുവിനെ നിങ്ങളെ സൗഖ്യമാക്കാൻ Just open your mouth and receive the healing. എന്നാൽ വാ തുറന്ന് ആ സൗഖ്യത്തെ നിങ്ങൾ സ്വീകരിക്കാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മ ദേവദാസനിലൂടെ പറഞ്ഞു, ഈ മുൻപ് 4 റോയ്ക്കകത്തിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ നെഞ്ചിൽ വല്ലാത്ത വേദനയുണ്ട്. അദ്ദേഹം ഭയപ്പെടുന്നു. ഇത് മറ്റാരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ യേശു അത് കണ്ട് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. കരങ്ങളെ അടിച്ച് യേശുവിന് നന്ദി കൊടുത്താട്ടെ. യേശുവിന് നിങ്ങളുടെ പേർ ചൊല്ലി നിങ്ങളെ അറിയാം. യേശുവിന് നിങ്ങളുടെ പ്രശ്നം വെച്ച് നിങ്ങളെ അറിയാം. യേശു നിങ്ങളെ സൗഖ്യമാക്കാം. Jesus is alive. Jesus is alive. മഹത്വവും ജ്ഞാനവും സ്തോത്രവും. ആരാധിച്ചോട്ടെ, വെറുതെ ഇരിക്കല്ലേ. ഈ കർത്താവിനെ ആരാധിച്ചോട്ടെ. ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്റെ പേര് അപ്രേം എന്നാണ്. കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വന്നെ. എന്റെ ഷോൾഡറിന് നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ആരാധന സമയത്ത് എനിക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ട്. ആരായി ആശ്വാസം നൽകിയത്? യേശു. യേശു. നമ്മുടെ യേശു എത്ര നല്ലവനല്ലേ. വേറെ ഒരാൾക്ക് പോലും ഇത് ചെയ്യാൻ കഴിയാത്തപ്പോൾ യേശുവിന് മാനസികമായിട്ടുള്ള ടെൻഷൻ എല്ലാം മാറ്റി സകല ബുദ്ധിയും കവിയുന്ന സമാധാനം തരുന്ന കർത്താവിനെ ഒന്ന് ആരാധിക്കാമോ? ആരാധന, ആരാധന, ആരാധന യേശുവേ. ആരാധന. ശബ്ദമുയർത്തി. ആരാധന, 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 ആരാധന. എൻ്റെ പേര് ഷാജി. എൻ്റെ വീട് കുട്ടമ്പുഴ കോതമംഗലത്തിനടുത്ത്. ഞാനിവിടെ വരും പ്രാർത്ഥനയ്ക്ക് കയറുമ്പോൾ ഇനി വളരെ ക്ഷീണതനായിരുന്നു. ക്ഷീണമെല്ലാം ഒക്കെ കുറവുണ്ട്. പൂർണ്ണമായിട്ട് ക്ഷീണമെല്ലാം പോയി. ഇന്നിവിടെ വന്നപ്പോഴും നല്ല ക്ഷീണമുണ്ടായിരുന്നു. ആരാ സൗഖ്യമാക്കിയത്? യേശു. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. Yes, what's your name? What is the problem? What happened to you? എന്റെ പേര് പ്രവീൺ എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്താണ് എന്റെ സ്ഥലം. അപ്പൊ ഞാൻ ഇവിടെ ഒരു വരണ്ട അനുഭവത്തിലാണ് വന്നത്. അപ്പൊ പുതിയ ശക്തിയും പുതിയ ബലവും ധരിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതോടൊപ്പം ശക്തമായ ശാരീരിക വേദന ഉണ്ടായിരുന്നു. അപ്പോൾ യേശുവിന്റെ സ്പർശനം എനിക്ക് അനുഭവം കഴിഞ്ഞു. നല്ല മാറ്റമുണ്ട്. ഇല്ല, രണ്ടാമത്തെ പ്രാവശ്യം. Second time. Okay.
യേശുവിനെ സൗഖ്യമാക്കി ദൈവത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു. സന്തോഷമാണോ? അതെ, നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവം എന്ന് മനസ്സിലായി. ആരാധിക്കാമോ? ആരാധന, ആരാധന, ആരാധന. Thank you, Jesus. ആരാധന. എന്റെ പേര് ജിജോയ്, ഞാറക്കലിൽ നിന്ന് വരുന്നു. ഞാൻ വർഷങ്ങളായിട്ട് മാനസികമായിട്ട് ഭയങ്കര ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആരാധന സമയത്ത് എനിക്ക് നല്ലൊരു സമാധാനം കിട്ടി. കർത്താവ് നൽകിയല്ലേ? തുല്യം ചൊല്ലാരുമില്ലേ അങ്ങേ പോലെ യേശുവേ. Yes, what's your name? Problem? What happened to you? എന്റെ പേര് സ്റ്റീഫൻ. ഞാൻ ഞാറക്കലിൽ നിന്ന് വരുന്നു. പഠിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഇപ്പൊ കുറച്ചു മുമ്പ് ഇവിടെ പറഞ്ഞതുപോലെ എനിക്ക് ആ ടെൻഷൻ കുറഞ്ഞ് കോൺഫിഡൻസ് ആയി. ആരാ കോൺഫിഡൻസ് തന്നത്? സഹോദരൻ ഇതാ പറഞ്ഞത്, പഠിക്കുന്നതിന് വളരെ ഭാരമായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയെക്കുറിച്ച് ഇപ്രകാരം പറയുകയുണ്ടായി, പഠിക്കുവാനായി ഭാരപ്പെടുന്ന ഒരു വ്യക്തി. അതുമാത്രമല്ല, സഹോദരൻ പറഞ്ഞത് വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു, മാനസികമായ പിരിമുറുക്കം. നമുക്ക് പുറത്തൊരു ശരീരത്തിൽ അനുഭവിക്കുന്നത് പോലെയല്ല, അത് അനുഭവിക്കുന്നവർക്ക് അറിയാം, വളരെ വേദനയുള്ളതാണ്. എന്നാൽ യേശുവിന് അത് അറിയാമായിരുന്നു. യേശുവിന് മകനിവിടെ ഉള്ളത് അറിയാമായിരുന്നു. യേശു മകനെ തൊട്ട് ഒരു ബുദ്ധിക്ക് സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താൽ യേശു മകനെ നിറച്ച് കരങ്ങളെ അടിച്ച് യേശുവിന് നന്ദി പറഞ്ഞു. യേശുവേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാലു ഞാൻ. എൻ്റെ പേര് ജോസ്, എറണാകുളം സഭയിൽ നിന്ന്. എനിക്ക് യൂറിനേറ്റ് ചെയ്യുമ്പോൾ വല്ലാത്ത പെയിനായിരുന്നു, ഇപ്പോൾ സൗഖ്യമായി. അതുമാത്രമല്ല, മോളി എന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവളും സൗഖ്യപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മോളി എന്ന ഒരു സഹോദരൻ ഇവിടെയുണ്ട്. You have severe pain while you urinate. നിങ്ങൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതികഠിനമായ വേദനയുണ്ട്. And you are really worried because of that. അത് കാരണം നിങ്ങൾ അധികം ഭാരപ്പെട്ടിരിക്കുന്നു. മോളി എന്ന ഒരു പേര് ദൈവം എന്നെ വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നു. I am not sure whether you are present or somebody is praying for a sister named Molly. മോളി എന്ന വ്യക്തി ഇവിടെ ഉണ്ടോ, അതോ മോളി എന്ന വ്യക്തിക്ക് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നോ എന്ന് എനിക്കറിയില്ല. Jesus is answering the prayers. എന്നാൽ യേശു ആ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ ഉത്തരത്തെ തരികയാണ്. Jesus is answering the prayers. യേശു ആ പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ ഉത്തരത്തെ തരുന്നു. My Jesus knows you by name. എന്റെ യേശുവിന് നിങ്ങളുടെ പേര് ചൊല്ലി അറിയാം. My Jesus knows you by your problem. എന്റെ യേശുവിന് നിങ്ങളുടെ പ്രശ്നം വെച്ച് നിങ്ങളെ അറിയാം. Hallelujah. Hallelujah. 2 miracles in one shot. രണ്ട് അത്ഭുതങ്ങളാ ഒരേ അടിക്ക് യേശു ചെയ്തത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറഞ്ഞു, ഒന്നിൽ മോളി എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, അല്ലെങ്കിൽ മോളി എന്നൊരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ പ്രാർത്ഥന യേശു കേൾക്കുന്നു. സഹോദരൻ പറഞ്ഞു, മോളി എന്ന വ്യക്തിക്ക് വേണ്ടി സഹോദരൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, യേശു സൗഖ്യത്തെ കൊടുത്തുവെന്ന് ആ സഹോദരൻ വിശ്വസിക്കുന്നു. അത് മാത്രമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, വളരെ ഭാരത്തോടെ ആയിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹത്തിന് മൂത്രം ഒഴിക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ വല്ലാത്ത വേദനയുണ്ട്. യേശു അല്ലെ സഹോദരനെ കണ്ടു, സഹോദരന്റെ അവസ്ഥ കണ്ടു, പ്രാർത്ഥന കേട്ട് ഉത്തരത്തെ കൊടുത്തു. Jesus is alive. യേശു ജീവിക്കുന്നു. My Jesus is alive. യേശു ജീവിക്കുന്നു. Our Jesus is alive. യേശു ജീവിക്കുന്നു. മഹത്വവും ജ്ഞാനവും സ്തുതിയും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. എൻ്റെ പേര് ദീപു. ഐ കുഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് എ ലിവിങ് ഗോഡ്. ഭയങ്കര ഒരു സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം എനിക്ക് അനുഭവപ്പെട്ട് ഭയങ്കരമായിട്ട്. Where is Tony Brothers? You come here. You come here. Come fast. ഓടി വന്നാട്ടെ. You know, take this video. This guy is crying. Take this. This guy is crying. You know, yesterday afternoon. Come here, stand here. Yesterday afternoon. ഇന്നലെ ഉച്ചയ്ക്ക്
This is Pastor Tony's daughter. ഇത് പാസ്റ്റർ ടോണിയുടെ I മകളാണ്. love her a lot. ഞാൻ അവളെ അധികം സ്നേഹിക്കുന്നു. And we commonly love a food called chicken fried rice. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ ആഹാരം ഇഷ്ടമാണ്, ചിക്കൻ ഫ്രൈഡ് റൈസ്. So yesterday afternoon I took her to a hotel. ഇന്നലെ ഞാൻ ഒരു ഹോട്ടലിലേക്ക് ഞങ്ങൾ ഒന്നിച്ചു പോയി. So she was telling me, അവൾ എന്നോട് പറഞ്ഞു, Deepu Chetan told me that when the anointing comes, how come you get emotional and cry? ഇന്നലെ ദീപു ചേട്ടന് ഈ മോളോട് ചോദിച്ചു എന്ന് പറഞ്ഞു, എങ്ങനെയാ ദൈവത്തിന്റെ അഭിഷേകം വരുമ്പോൾ നിങ്ങൾ വൈകാരികമായിട്ടൊരു അനുഭവം ഉണ്ടാകുന്നത്? Last time she got the anointing and she was crying here. കഴിഞ്ഞ പ്രാവശ്യം ആ മകൾക്ക് അഭിഷേകം ലഭിച്ചു അവൾ ഇവിടെ നിന്ന് കരയുവാൻ ഇടയായി തീർന്നു. So I told her, ഞാൻ അവളോട് ഇങ്ങനെ പറഞ്ഞു, when you really get the anointing, നിങ്ങൾക്ക് വാസ്തവമായും അഭിഷേകം you ലഭിക്കുമ്പോൾ feel that Jesus is very close to you, നിങ്ങൾക്ക് യേശു നിങ്ങളുടെ അടുക്കൽ നിൽക്കുന്നു എന്നുള്ള അനുഭവം ലഭിക്കും. and you start crying. കരയുവാൻ ഇടയായി തീരും. Today the same guy who asked the question to this daughter, ഇന്ന് ആ ഏത് വ്യക്തിയാണോ ഇന്നലെ ആ മകളോടൊരു ചോദ്യം ചോദിച്ചത്, is touched by Jesus. അവൾ യേശു ആ മകനെ ഇന്ന് യേശു സ്പർശിച്ചു. Are you not excited? നിങ്ങൾക്കത് കേട്ടിട്ട് ആവേശമില്ലയോ? മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എൻ യേശുവിന്. 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 ഞാൻ പറഞ്ഞത് was it true? സത്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ശരിയാണോ? മകള് പറഞ്ഞാട്ടെ. ശരിയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇമോഷണൽ ആയി പോവും ദൈവത്തിന്റെ സ്നേഹം അറിയുമ്പോ. അപ്പൊ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, ദീപചേട്ടൻ എന്നെ അതിനെപ്പറ്റി പറഞ്ഞു ഇങ്ങനെ കളിയാക്കി എന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, പിന്നെ That is Jesus. അതാണ് യേശു. That is Jesus. അതാണ് യേശു. ടോണി പാസ്റ്ററിന്റെ മോളിലെ കർത്താവിന് ഇഷ്ടമാണെങ്കിൽ ദീപക്കുട്ടനെയും കർത്താവിന് ഇഷ്ടമാണ്, ഒരേപോലെ ഇഷ്ടം. ജീസസ്. അവര് രണ്ടുപേരെ ഇഷ്ടമാണെങ്കിൽ കർത്താവിന് എന്നെ ഇഷ്ടമാണ്, അതുപോലെ നിങ്ങളെ കർത്താവിന് ഇഷ്ടമാണ്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എൻ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും. സന്തോഷത്തോടെ യേശുവിനെ ആരാധിക്കട്ടെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എൻ യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും എൻ യേശുവിന്. Among the miracles, this is the greatest miracle I like. എല്ലാ അത്ഭുതങ്ങളിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ അത്ഭുതം എന്നത് ഇതാണ്, experiencing Jesus. യേശുവിനെ അനുഭവിക്കുന്നത്. Yesterday evening when I was talking with their father, Pastor Tony, after a long time, ഇന്നലെ അനേകം ദിവസങ്ങൾക്ക് ശേഷം ടോണി പാസ്റ്ററിനോട് ഞാൻ സംസാരിക്കുമ്പോൾ I was telling him about the next generation of God coming up. ദൈവത്തിന്റെ അടുത്തൊരു തലമുറയെ ദൈവം ഒരുക്കുന്നതിനെ കുറിച്ച് ഞാൻ പറയുകയായിരുന്നു. And I told him they will be better than their fathers. ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അവരുടെ പിതാക്കന്മാരെക്കാൾ അവർ അധികം ചെയ്യുന്നവരായിരിക്കും. These are the kids of Pastor Tony, Pastor Tony's nephew, and this is his daughter. ഇത് പാസ്റ്റർ ടോണിയുടെ നെവ്യൂവും അതുപോലെ മകളുമാണ്. The Bible says, വേദപുസ്തകം പറയുന്നു, the anointing on your kids will be the double fold anointing. നിങ്ങളുടെ മേൽ, കുഞ്ഞുങ്ങളുടെ മേലുള്ള അഭിഷേകം നിങ്ങളുടെ മേലുള്ളതിന്റെ ഇരട്ടി പങ്കുള്ളതായിരിക്കുമെന്ന്. Amen. Amen. So the next generation of our Atmabhishekam is going to be a double fold anointing. അതുകൊണ്ട് ആത്മാഭിഷേകം ശുശ്രൂഷയുടെ അടുത്ത തലമുറയുടെ മേലുള്ള അഭിഷേകം അത് ഇരട്ടി പങ്കുള്ളതായിരിക്കും. And Jesus is preparing them for that. യേശു അതിനായി ഇവരെ ഒരുക്കുകയാണ്. Very soon you are going to see great things Jesus is going to performing through them. യേശു ഇവരിലൂടെ ചെയ്യാൻ പോകുന്ന വലിയ കാര്യങ്ങളെ നിങ്ങൾ ഉടനെ തന്നെ കാണുവാൻ ഇടയായി തീരും. ആരാധന. Yes. ആരാധന. ആരാധന. Yes.
ബോംബെയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്നു. എൻ്റെ പേര് ജാൻസി. ഞാൻ ഇന്ന് ഇവിടെ കടന്നു വരാൻ ആഗ്രഹിച്ചതല്ല, കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നു. എൻ്റെ കഴുത്തിന് 10 വർഷത്തിലേറെ സ്പോണ്ടിലൈസിസിന്റെ വേദന ഉണ്ടായിരുന്നു. പ്രിയ ദേവദാസൻ പറഞ്ഞതുപോലെ എനിക്ക് പറഞ്ഞ സമയത്ത് തന്നെ കഴുത്തിന്റെ ബാക്കിലുണ്ടായിരുന്ന വേദനയ്ക്ക് വലിയൊരു സൗഖ്യം കിട്ടി. There is a sister here on the front side somewhere. ഇതിന്റെ മുൻഭാഗത്ത് എവിടെ ഒരു സഹോദരിയുണ്ട്. You have a severe pain on the right bottommost portion of your head. This portion. നിങ്ങളുടെ തലയുടെ വലതു ഭാഗത്ത് ഈ കരം കാണിക്കുന്ന ഈ പോർഷൻ, ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു വേദനയുണ്ട്. Severe pain. Right now you have അതികഠിനമായ ഒരു വേദനയുണ്ട് ഈ ഭാഗത്ത്, നിങ്ങളുടെ തലയുടെ ഈ ഭാഗത്തായിട്ട്. Jesus is healing you. യേശു നിങ്ങളെ സൗഖ്യമാക്കും. Jesus is healing you. യേശു നിന്നെ സൗഖ്യമാക്കും. Jesus is healing you. യേശു നിങ്ങളെ Jesus is healing you. യേശു നിങ്ങളെ സൗഖ്യമാക്കും. Amen. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുകയുണ്ടായി, തലയുടെ ഈ ഭാഗത്ത് ഇവിടെയായിട്ട് വേദനിക്കുന്ന ഒരു സഹോദരിയെ യേശു സൗഖ്യമാക്കുന്നുവെന്ന്. സഹോദരി അതാ പറഞ്ഞത്. അതേ സമയത്ത് അതേ ഭാഗത്ത് വേദന അനുഭവിച്ചുകൊണ്ടിരുന്ന ഭാഗത്ത് യേശു തൊട്ട് സൗഖ്യത്തെ കൊടുത്തു. കരങ്ങളെ അടിച്ച് യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. എന്റെ പേര് മോളി, ചക്കരപ്പറമ്പിൽ നിന്ന് വരുന്നു. ഈ കൈക്ക് എപ്പോഴും വേദനയാണ്. കൈ ഇത്തിരി നേരം പൊക്കി പിടിച്ച അപ്പൊ തന്നെ താഴോട്ട് പോകുന്നു. ഇന്നിപ്പോ പ്രാർത്ഥനയുടെ സമയത്ത് അത് മാറിക്കിട്ടി. കുറെ ഹല്ലേലൂയ. കരങ്ങളെ അടിച്ച് യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. ആരാധന ആരാധന എന്റെ പേര് രാജു എന്നാണ്. ഞാനിവിടെ പല പ്രാവശ്യം കടന്നു വന്നെങ്കിലും എനിക്ക് മാനസികമായ ഒരു ഭയങ്കര ഭാരം ഞാൻ അനുഭവപ്പെട്ടിരുന്നു. എൻ്റെ മക്കളെയും ഭർത്താവിനെയും ഓർത്താണ്. ഇന്നിവിടെ വരുമ്പോൾ എനിക്ക് വളരെയധികം സമാധാനവും സന്തോഷവും എനിക്ക് കിട്ടി. എൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം നടത്തി തരുന്നുവെന്ന് എനിക്കൊരു നല്ല വിശ്വാസം കിട്ടി. ആരാ അത്ഭുതം ചെയ്യാൻ പോകുന്നത്? യേശു. പറഞ്ഞാട്ടെ, സാക്ഷ്യം പറഞ്ഞാട്ടെ. സഹോദരിത പറഞ്ഞത് വളരെ ഭാരത്തോടെ വേദനയോടെ കടന്നു വന്നത്. എന്ന പ്രാർത്ഥനാ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മ പറഞ്ഞു, മാനസികമായ പിരിമുറുക്കം അനുഭവിക്കുന്നവരെ യേശു എന്റെ സമാധാനം കൊടുക്കുന്നു എന്ന് പറഞ്ഞു. സഹോദരിത പറഞ്ഞത് ഭവനത്തിലെ കാര്യങ്ങൾ ഓർത്ത് ഭാരപ്പെട്ട് തളർന്നു വന്നുവെങ്കിൽ അതേ കാര്യത്തിൽ യേശു ഒരു അത്ഭുതത്തെ ചെയ്യുമെന്നൊരു ഉറപ്പ് ലഭിച്ചു. വിശ്വാസത്തെ യേശു കൊടുത്തു. കരങ്ങളെ അടിച്ച് യേശുവിന് നന്ദി പറഞ്ഞാട്ടെ. യേശുവേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്ന. അയ്യോ, നിർത്തിക്കളയല്ലേ, പാടിക്കേണ്ട കൂടെ. യേശുവേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്ന. എൻ്റെ ഒരു സിബി കോതമംഗലത്തിൽ നിന്ന് വരുന്നു. ഇവിടെ 2ാമത്തെ പ്രാവശ്യമാണ് ആരാധനയ്ക്ക് കടന്നു വരുന്നത്. എനിക്ക് ഡോക്ടർമാർ 3 ദിവസത്തെ അവധിയാണെന്ന് പറഞ്ഞ് എൻ്റെ ചെസ്റ്റ് ഇടത് സൈഡിലായിട്ട് ശ്വാസകോശത്തിൽ ക്യാൻസർ ബാധിച്ച സർജറി കഴിഞ്ഞ് ഇവിടുത്തെ പേപ്പർ പരസ്യം കണ്ടാണ് ഇവിടെ കടന്നു വരാനിടയായത്. എന്നാൽ ഇന്ന് വന്നപ്പോഴും നല്ല പെയിനായിരുന്നു ആരാധനയുടെ സമയത്തൊക്കെ. എന്നാൽ ഈ സമയം ദൈവം എന്നെ ഫ്രീ ആക്കി എല്ലാ ഇതും തന്നു, ഫുഡ് തന്നു, എല്ലാ സൗഖ്യത്തിന് ദൈവത്തിന് എന്നോട് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കിയതിനാൽ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരമായ തിരുവനന്തപുരം എന്നെ ഇടയാക്കാൻ വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ ചോദിക്കുന്നു. സഹോദരിത പറഞ്ഞത് ഇന്ന് 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. ഇന്ന് ഇവിടെ കടന്നു വരുമ്പോൾ അധികം ഭാരത്തോടെ വേദനയോടെ വന്നത്. സഹോദരിയുടെ ശ്വാസകോശത്തിനകത്ത് ക്യാൻസർ വന്നതാണ്. ഇന്നിവിടെ രാവിലെ കടന്നു വന്നപ്പോഴും അധികം വിഷമിച്ച് പ്രയാസത്തോടെ കടന്നു വന്നത്. എന്നാൽ സഹോദരി കരത്തെ ഉയർത്തി കാണിച്ചത് ഇപ്പോൾ നല്ല സ്വാതന്ത്ര്യം. യേശു പൂർണ്ണ സൗഖ്യത്തെ സഹോദരിക്ക് കൊടുത്തു. കരങ്ങളെ അടിച്ച് യേശുവിന് നന്ദി പറഞ്ഞാൽ യേശുവിന്റെ നാമത്തെ ഉയർത്തിയ യേശുവിന്റെ നാമത്തെ ഉയർത്തുക. സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്ന എന്റെ യേശുവേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്ന. എന്റെ പേര് ഷിനിത. ഞാൻ സിവിൽ
ചേച്ചി മൂലമാണ് ഇവിടെ വന്നത്. എനിക്ക് വലത് സൈഡിന് തലവേദന അധികമായിരുന്നാലും പിന്നീട് തലയ്ക്ക് ഭയങ്കര ചൂടായിരിക്കും. ഇപ്പോൾ പ്രാർത്ഥനയുടെ സമയത്ത് എനിക്കതിന് സുഖം കിട്ടി. പൂർണ്ണ സൗഖ്യമായി. പൂർണ്ണ സൗഖ്യം. ആരാ സൗഖ്യമാക്കിയത്? യേശു.